ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആകെ തകർന്നാണ് വിനീത് സ്നേഹതീരത്തിൽ നിന്നും പോകുന്നത്. ശാരദ പറഞ്ഞ ഓരോ വാക്കുകളും വിനീതിൻ്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തിക്കയറുകയാണ് കേട്ടോ. തലയിൽ കൈയും വെച്ചുകൊണ്ട് ആകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്നേഹതീരത്തിൽ നിന്ന് പോകുന്ന വിനീതിൻ്റെ ദുഃഖത്തിന് അകമ്പടിയായി കണ്ണിനീർ പൂവിൻ്റെ കവിളിൽ തലോടും എന്നുള്ള പാട്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാട്ടോ. അപ്പോൾ വിനീത് പോകുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് ശാരദ. താനെന്തോ വലിയ നല്ല കാര്യം ചെയ്ത രീതിയിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗംഗയും അതുപോലെ തന്നെ യമുനയും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവരെ കാണുമ്പം ശാരദ പെട്ടെന്നൊന്ന് നിന്നു പോകുന്നുണ്ടെങ്കിൽ പോലും താൻ ചെയ്തതാണ് ശരി, താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പം ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക, വിനീത് ആകെ തകർന്നിറങ്ങി പോകുന്ന കാണുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഗംഗ പതിയെ പതിയെ വിനീതുമൊത്തൊരു ജീവിതം ആഗ്രഹിച്ചും തുടങ്ങിയിരുന്നല്ലോ. എന്തായാലും തൻ്റെ വിധി ഇതാണ്, അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഗംഗ അവിടെ നിന്നങ്ങ് നടന്ന് നീങ്ങാണ്. എന്നിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ഗംഗയെ പെട്ടെന്ന് നമ്മുടെ ബേബി ചേട്ടൻ കാണുക. ബേബി ചേട്ടനാണ് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരികയാണേ. ഈ കവികൾക്ക് പോലും പെണ്ണുങ്ങളെ മതി, അതുകൊണ്ടല്ലേ പെണ്ണുങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്നത്. ഇവളൊക്കെ കഴുത്തറക്കും, ഓരോ ആണുങ്ങളുടെ ജീവിതം തച്ചുടയ്ക്കുന്ന ദുഷ്ടകളാ ഈ പെണ്ണുങ്ങൾ എന്നൊക്കെ ബേബി ചേട്ടൻ മദ്യത്തിൻ്റെ പുറത്ത് ഓരോന്നും പറഞ്ഞുകൊണ്ട് വരിക. അപ്പോഴാണ് ഗംഗയെ കാണുന്നത്. ഗംഗയെ കാണുമ്പോൾ ബേബി ചേട്ടൻ പറയും, വരുന്നുണ്ടല്ലോ ഇന്റർനാഷണൽ തേപ്പുകാരി, ഇത്രയും വലിയൊരു തേപ്പുകാരി ഈ നാട്ടിൽ വേറെ കാണാൻ കിട്ടില്ല എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുക. അറിയുമോ ഭവതി എന്നെ എന്നിട്ട് ചോദിക്കും. അറിയാം, വിനീതേട്ടൻ്റെ കടയിലുള്ള ആളല്ലേ എന്ന് ചോദിക്കുക. വിനീതേട്ടൻ്റെ കടയിൽ വരുന്ന ആൾ തന്നെയാ, ആ തയ്ക്കാൻ വരുന്നതല്ല. ആ പാവം ചെറുക്കൻ്റെ കടയിലെ ചുമരുകളിലെ നിന്റെ പടം വരയ്ക്കാൻ വരുന്ന ബേബി ചേട്ടൻ, ആർട്ടിസ്റ്റ് ബേബി. നിനക്കറിയാവോ ഈ ആർട്ടിസ്റ്റ് ബേബി ആരായിരുന്നെന്ന്? അങ്ങ് കൽക്കട്ടയിലെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ആർട്സ് കോഴ്സൊക്കെ പഠിച്ച് പടം വര അതൊക്കെ പഠിച്ചിട്ട് ഇറങ്ങിയ ആളാ ഈ ബേബി. പക്ഷെ കണ്ടാ പറയുമോ, അവിടെ വെച്ച് എൻ്റെ തലയ്ക്കും ഒരു സ്നേഹം അങ്ങ് പിടിപ്പെട്ടു. ഈ സ്നേഹമെന്ന അസുഖം പിടിപെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ അത് കാർന്ന് തിന്നുന്ന ക്യാൻസർ പോലെയാ. പ്രണയത്തിൽ മുങ്ങിത്താഴും. ഒരു മറാത്തി പെണ്ണിൻ്റെ പിന്നാലെ ഞാനും നടന്നു. അവക്കും ഞാനായിരുന്നു ലോകം. ഈ ആർട്ടിസ്റ്റ് ബേബി ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവിടുത്തെ പല സാറുമാരും പറയും ഞാൻ എം.എഫ്. ഹുസൈൻ്റെ പിൻഗാമിയാന്ന്, വളർന്നു വരുന്ന ആളാണെന്ന്. അങ്ങനെയൊക്കെ ജീവിക്കേണ്ട എൻ്റെ ജീവിതം തച്ചൊടിച്ചതും നിന്നെപ്പോലൊരു പെണ്ണാടി ആ മറാത്തിക്കാരി. എന്നെക്കാളും വലിയ കാശുകാരനെ കണ്ടപ്പം ഞാൻ അവൾക്ക് സഹോദരനായിരുന്നു പോലും. എന്നെ ഒരു സഹോദരനായിട്ട് മാത്രമേ അവൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളെന്ന്. അങ്ങനെ കൽക്കട്ടയിലെ മെൻ്റൽ ഹോസ്പിറ്റലിലെ സെല്ലിൽ കിടക്കുമ്പോഴേ ഈ സഹോദരി ഒന്നും ബേബിയെ കാണാൻ വന്നില്ല. അപ്പോൾ അവൾ അവിടെ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഈ ബേബിയുടെ ജീവിതം അപ്പോൾ കൈവിട്ട് പോവുകയും ചെയ്തു. ഞാൻ അവിടുന്ന് മതിൽ ചാടി രക്ഷപ്പെടുമ്പോഴേക്കും സഹോദരിയുടെ കല്യാണവും കഴിഞ്ഞായിരുന്നു. എന്താലേ, ഇതൊക്കെയാ ജീവിതം. കൽക്കട്ടയിലെ ഫുട്പാത്തിൽ പിച്ച എടുത്തിട്ടാ ഞാൻ ഈ കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോഴേക്കും അമ്മയും അച്ഛനും ഒക്കെ അങ്ങ് പോയെന്നേ. ആരെയും കാണാനുള്ള യോഗം ഉണ്ടായില്ല. അവളെ ഓർത്ത് കരഞ്ഞും കുടിച്ചും എൻ്റെ ജീവിതം ഇതുപോലെ നശിച്ചു പോയി. ഇപ്പോഴും അവളെ ഓർക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഇല്ല. പക്ഷെ അവളെന്നെ ഓർക്കുന്ന പോലും ഉണ്ടാകില്ല. ഭർത്താവും കുട്ടികളുമായി എവിടെയോ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇങ്ങനെയാ പല പെണ്ണുങ്ങളും. എങ്ങനെയാടി നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിയുന്നത്? നീ ആ പാവം ചെറുക്കനും ഇതേ അവസ്ഥ ഉണ്ടാക്കിയല്ലേ? നിൻ്റെയൊക്കെ ഹൃദയം കരിങ്കല്ലാണോ? കരിങ്കല്ല് വെച്ചാണോ നിന്നെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം ഗംഗ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. എടി, ഞങ്ങളുടെ വിനീത് ഒരു പാവമാ. ഈ പ്രേമം ഒരു പരിധി വിടാൻ തുടങ്ങിയപ്പം പലതും പറഞ്ഞ് ഞാൻ അവനെ പിന്തിരിപ്പിക്കാൻ നോക്കിയതാ. കാരണം എനിക്കറിയാടി ഇത് ഇങ്ങനെ അവസാനിക്കുള്ളെന്ന്, അവൻ്റെ ജീവിതം തന്നെ നശിക്കൂന്ന്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ഒരു പടി മുന്നിലായിരുന്നു. നീ ഒരു വട്ടമല്ല പല തവണയാ നീ അവനെ തേച്ചത്. എത്ര ദുഷ്ടയാടി നീ. നിനക്ക് വേണ്ടി അവൻ ജീവിച്ചത് പോലും. എന്നിട്ട് നിനക്കൊപ്പം ജീവിക്കാൻ വേണ്ടി അവൻ അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതൊക്കെ നീ തച്ചുടച്ചില്ലേ. ഇപ്പം അവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കാണാനേ ഞങ്ങളേ ഉള്ളൂ. ആ പാവം ചെറുക്കൻ്റെ ജീവിതം നീ നശിപ്പിച്ചില്ലേ. നിന്റെ കഴുത്തിൽ മറ്റൊരുത്തൻ താലി കെട്ടുന്നത് കാണാൻ അവൻ ജീവനോടെ ഉണ്ടാകുമോന്നൊന്നും അറിയില്ല. കാണാൻ വഴിയില്ല. നീ ഇല്ലാതെ ആ ചെറുക്കന് ജീവിക്കാനും കഴിയില്ല. നോക്കിക്കോ, ഞങ്ങളുടെ വിനീത് എന്തെങ്കിലും കടുങ്കൈ ചെയ്താ
പിന്നെ നീ ജീവിക്കും സന്തോഷത്തോടെ. ഭംഗിയുള്ള ഈ മുഖം ഉണ്ടല്ലോ ഉണ്ടാകില്ല. മനസ്സിലായോടി നിനക്ക് എന്ന് ബേബി ചോദിക്കുക. ഇത് വെച്ചല്ലേ നിന്നെപ്പോലുള്ള പെൺകുട്ടികൾ പാവപ്പെട്ട ആൺകുട്ടികളെ വല വീശി പിടിക്കുന്നത്, ഇല്ലാതാക്കുന്നത്, അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കാണ് കേട്ടോ. പെട്ടെന്ന് വിനീത് ആ വഴിക്ക് വരുവാണേ. വിനീതിൻ്റെ ബൈക്ക് ആ വഴിക്ക് വരുന്ന കാണുമ്പോൾ ബേബി ചേട്ടനും മിണ്ടാതെ നിൽക്കുക. എന്താ ഇവിടെ, എന്താ ബേബി ചേട്ടൻ ഇവളുമായിട്ടൊരു സംസാരം? ഹേയ് ഒന്നുമില്ലടാ, ഈ കൊച്ചിൻ്റെ കല്യാണമൊക്കെ ആയില്ലേ, ഞാൻ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തതാ എന്ന് പറയാം. ബേബി ചേട്ടൻ വന്നേ, എങ്ങോട്ടെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. എനിക്ക് വേറൊരു വഴിക്കാണ് പോകേണ്ടത്. വന്നേ ബേബി ചേട്ടാ, ഏത് വഴിക്കും ഈ ബൈക്ക് പോകും എന്ന് പറയും. വണ്ടിയിലേക്ക് കയറാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ ഗംഗയോടൊരു വാക്കുപോലും മിണ്ടാതെ കൂട്ടിക്കൊണ്ട് പോവാണ് ബേബി ചേട്ടനായിട്ട് വിനീതേ. അപ്പം നമ്മുടെ ഗംഗയ്ക്ക് ഒരുപാട് സങ്കടമാവുക, തന്നെ വെറുതെ പോലും ഒന്നും പരിഗണിക്കുന്നില്ലല്ലോ. അതുമാത്രമല്ല വിനീത് തന്നോട് കാണിച്ചിരുന്ന സ്നേഹവും പരിഗണനയും ഒക്കെ ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. താൻ സാധനങ്ങളും മേടിച്ച് വരുന്ന കാണുന്ന വിനീത് കടയിൽ നിന്ന് ഇറങ്ങി വന്ന് അതെല്ലാം ചുമക്കുന്നതും ബേബി ചേട്ടൻ ഞങ്ങളെ രണ്ടുപേരും കളിയാക്കിയതും ഒക്കെ ഗംഗയുടെ മനസ്സിലേക്ക് ഓരോ ചിത്രം പോലെ കടന്നു വരിക. അപ്പം വീട്ടിൽ ചെന്നിട്ടും ഗംഗ ആണെങ്കിൽ ഇത് തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം രാത്രിയിൽ നമ്മുടെ നിളയെ ഉറക്കുന്നുണ്ട്. അവളുടെ തലയിൽ പതിയെ തലോടുന്നുണ്ടെങ്കിൽ ഗംഗയുടെ മനസ്സ് അവിടെ ഒന്നുമല്ല. ഗംഗയുടെ അവസ്ഥ അറിയാവുന്ന കാവേരി യമുനെ അടുത്തേക്ക് ചെല്ലുക. യമുന പറയും, ചേച്ചി പറ ഗംഗേച്ചി എന്ന് പറഞ്ഞ് കാവേരി അപ്പം വിളിക്കൂ കേട്ടോ. എന്താടി, നാളെയാ നിശ്ചയം. ഗംഗേച്ചി ഇപ്പം പറഞ്ഞാലും വേണ്ടെന്ന് വെക്കാം. ചേച്ചിയുടെ ജീവിതമാ, ചേച്ചി എന്ത് വിചാരിച്ച് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നേ എന്ന് ചോദിക്കുക. വേണ്ടാന്ന് വെച്ചിട്ട് എന്നപ്പം ഗംഗ ചോദിക്കുകയാണ്. യമുന പറയും, ഗംഗേച്ചി അയാളുടെ കൂടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നേ എന്ന് യമുനയും പറയാം. ഗംഗേച്ചി ജീവപര്യന്തമാണെങ്കിലും ഒരു 10-14 വർഷം കൊണ്ട് കഴിയും. ഇത് കുറഞ്ഞത് 40 വർഷമെങ്കിലും എടുക്കും അയാളുടെ ഒപ്പം ചേച്ചി ജീവിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് നിശ്ചയം വേണ്ടെന്ന് വെക്കാം എന്ന് കാവേരി വീണ്ടും പറയാം. നിശ്ചയം കഴിഞ്ഞാൽ അവർ ഉടനെ കല്യാണം നടത്താൻ വേണ്ടി വാശി പിടിക്കും. പിന്നെ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറയാം. ഇപ്പം പറഞ്ഞ എങ്ങനെ നിശ്ചയം വേണ്ടെന്ന് വെക്കുന്ന നീ കരുതുന്നത്? നമുക്ക് അമ്മയോട് പോയി പറയാം എന്ന് കാവേരി പറയും. പറഞ്ഞിട്ട് അമ്മ തകർന്നു പോകില്ലേ എന്ന് ഗംഗ ചോദിക്കുക. വേറെ വഴിയില്ല ഗംഗേച്ചി. ചേച്ചി എന്ത് ചിന്തിച്ച? അമ്മ പാവമാ മോളെ. ജീവിതം തന്നെ വഴിമുട്ടിയതുപോലെ തോന്നിയതായിരിക്കും അമ്മയ്ക്ക്. ചിലപ്പം ഒരു പ്രതീക്ഷയായിരിക്കും ഇത്. ഒരു പ്രതീക്ഷ മുഴുവൻ ഈ വിഭാഗത്തിലാ എന്ന് പറയാൻ കേട്ടോ. അതൊക്കെ മറ്റൊരു നല്ല ബന്ധം വരുമ്പോൾ മാറിക്കോളും ചേച്ചി. അമ്മ കുറച്ച് സങ്കടപ്പെട്ടാലും അതൊക്കെ പോകെ പോകെ ശരിയായിക്കോളും. ഗംഗേച്ചിക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധം വരട്ടെ. നമുക്ക് കല്യാണത്തിന് വേറെ തിരക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല യമുനെ കാര്യങ്ങൾ. തൻ്റെ മക്കളിൽ ഒരാൾ കല്യാണം കഴിഞ്ഞ് പോകുന്നതെന്നല്ല അമ്മ ചിന്തിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഈ വീടും വീട്ടുകാരെയും എല്ലാം മൂത്ത മകളുടെ ഭർത്താവ് ഏറ്റെടുക്കുമെന്നാണ് അമ്മ ചിന്തിക്കുന്നത്. ഈ വീടിനൊരു ആൺതുണയാകും. ങ്ങളുടെയൊക്കെ പഠിപ്പ് ഡൊണേഷൻ കൊടുത്ത് വലിയ സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള അഡ്മിഷൻ, വലിയ ശമ്പളമുള്ള ജോലി, നല്ല സ്ത്രീധനം കൊടുത്ത് വലിയ വലിയ കുടുംബങ്ങളിലേക്കുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഈ കല്യാണം വഴി രക്ഷപ്പെടുമെന്ന അമ്മ ചിന്തിക്കുന്നത്. ഇവിടുത്തെ ആൺതുണിയായി അയാൾ നിൽക്കൂന്നൊക്കെയാണ് അമ്മ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ കാവേരി പറയും, അതൊന്നും നടക്കില്ല എന്ന് നമുക്കറിയില്ലേ ചേച്ചി. അമ്മയ്ക്കും കൂടി അത് മനസ്സിലാകണ്ട മോളെ എന്ന് ഗംഗ അപ്പോൾ കാവേരിയോട് ചോദിക്കുക. അമ്മയ്ക്കും മനസ്സിലായിക്കോളും. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വന്നേ. ഗംഗേച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് കാവേരി പറയാം. പറഞ്ഞാൽ നിശ്ചയം മുടങ്ങും. നാളെ രാവിലെ ആ നിശ്ചയം. നേരത്തെ തീരുമാനിച്ചതുപോലെ വരൻ്റെ വീട്ടുകാരിങ്ങ് എത്തും എന്ന് ഗംഗ പറയാണ്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് എന്ന് കാവേരി ചോദിക്കുക. ഓർക്കുന്നില്ലേ, ഇത് എൻ്റെ ആദ്യത്തെ വിവാഹ നിശ്ചയം, അതും ഇങ്ങനെ ആയിരുന്നില്ലേ? അന്ന് അച്ഛനെ ഉണർത്താൻ ശ്രമിച്ചപ്പം അച്ഛൻ ഉണർന്നില്ല. നമ്മുടെ അച്ഛൻ എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. അച്ഛൻ ഒരിക്കലും എഴുന്നേറ്റ് വരാത്ത രീതിയിലായി. ഈ തവണ എഴുന്നേൽക്കാതിരിക്കുന്നത് നമ്മുടെ അമ്മയാണെങ്കിലോ? ചേച്ചി ചേച്ചി എന്തൊക്കെയായി പറയുന്നേ എന്ന് അപ്പം രണ്ടുപേരോട് ചോദിക്കും. നമുക്ക് നമ്മുടെ അമ്മയും കൂടി നഷ്ടപ്പെട്ടാലോ? അങ്ങനൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നാലോ? വേറെ ആരാ നമുക്കുള്ളത് എന്ന് ചോദിക്കുക. അങ്ങനൊന്നും സംഭവിച്ചില്ലെങ്കിലോ എന്ന് കാവേരി ചോദിക്കുക. അങ്ങനെ സംഭവിച്ചാലോ മോളെ എന്ന് ഗംഗ വീണ്ടും പറയാണ്. ഗംഗേച്ചിക്ക് കല്യാണത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്ന് യമുന ചോദിക്കുക. അതൊക്കെ എന്നോ അവസാനിച്ചു. അതൊക്കെ നമ്മുടെ അച്ഛനുണ്ടായിരുന്നപ്പോഴല്ലേ. പോയത് അച്ഛൻ മാത്രമല്ല,
എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ കൂടിയാ മോളെ പോയത്. എൻ്റെ മനസ്സിലെ സകല സ്വപ്നങ്ങളും തൂത്തു വാരിക്കൊണ്ടാ അച്ഛൻ പോയത്. ഇനി നിങ്ങളുടെ ഗംഗേച്ചിക്ക് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി. ഈ നിശ്ചയം നടക്കണം. അമ്മ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കുമെന്ന് വെറുതെയെങ്കിലും അമ്മ പ്രതീക്ഷിക്കട്ടെ. അത് മാത്രം നൽകാനേ ഈ മകൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗംഗ അവിടെ കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പം കാവേരിക്കും യമുനയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ അവരും തിരിച്ചു പോവാണേ. ഇതേ സമയം വിനീതും കടയിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുകയാണ്. വിനീതിന്റെ അവസ്ഥ കാണുന്ന ബേബി ചേട്ടനും നിവിനും അതുപോലെ നമ്മുടെ സലിമിക്കും ഒക്കെ ചുറ്റിനും ഉണ്ട്. ഇത് പറയും, സൈക്കിൾ ചവിട്ടി പലരും ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ തയ്യൽ മിഷൻ ചവിട്ടി ആരും ഒരു വീടിന്റെ പടി പോലും കടന്നിട്ടില്ല എന്ന് പറയണം കേട്ടോ. ഇവനിതെന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ അവർ നോക്കുക. ഒരുപാട് ദൂരം തൊഴണമെന്നായിരുന്നു എനിക്ക് എന്ന് പറയും. ഒരു തയ്യൽക്കാരൻ പഠിക്കാതെ പോയ പല പാഠങ്ങളും ഇന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പം സലിമിക്ക് സങ്കടമാവുക. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് ചോദിക്കുക. നിവിനും അപ്പം നമ്മുടെ വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബ്രോ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ എന്ന് ചോദിക്കുകയാണ്. ബ്രോ വീണ്ടും വീണ്ടും ഇങ്ങനെ സങ്കടങ്ങൾ പറയല്ലേ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കോമഡി പറയാനുള്ള നിന്റെ ഈ മനസാന്നിധ്യം ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. കോമഡിയോ? ഇത് കോമഡി അല്ലടാ, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാ. നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാകുന്നില്ലല്ലേ? അപ്പം ബേബി ചേട്ടൻ മനസ്സിലാകാഞ്ഞിട്ടല്ല മോനെ, പക്ഷേ ഇങ്ങനെയാ മോനെ ഈ ആണുങ്ങളുടെയൊക്കെ ജീവിതം. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ നമ്മളത് നേരിട്ട് തുറന്നു പറയും. നീയും പറഞ്ഞു. പലതവണ നിന്റെ സ്നേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും അവളുടെ വേറെ കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചു. അവൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പം നീ എന്തിനാടാ ഇങ്ങനെ തകർന്നു പോകുന്നത്? നീ ഇങ്ങനെ തകരരുത്, പോട്ടെ പൊല്ലെന്ന് പറയണം. വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. ജീവിതം ഇതൊന്നുമല്ല എന്ന് പറയാം. വേറെ ആരും ഗംഗയെ പോലെ ആകില്ലല്ലോ ബേബി ചേട്ടാ എന്നപ്പം വിനീത് ചോദിക്കുക. അപ്പം സലിമിക്ക പറയും, എടാ ശരിക്കും നിനക്ക് ഗംഗയോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക. ഇഷ്ടമുണ്ടോന്നോ? എന്ത് ചോദ്യം ഇക്ക ഇത്? ഞാൻ ഈ ലോകത്ത് അവളെ അല്ലാതെ ആരെ സ്നേഹിച്ചിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനൊന്നും അല്ലടാ ചെയ്യേണ്ടത്. നമുക്കിഷ്ടമുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുക പ്രധാനം. അവരുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ടാത്തവരാണെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ നമ്മളങ്ങ് മാറിക്കൊടുത്തേക്കണോടാ. ചിലയിടത്തൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. അവൾ ചിലപ്പം ഒരു ഏട്ടനായിട്ടായിരിക്കും നിന്നെ കാണുന്നത്. ഒരു ഏട്ടൻ്റെ സ്നേഹമായിരിക്കും നിന്നിൽ നിന്ന് കിട്ടുന്നത്. നീ ആ സ്ഥാനത്തേക്ക് ഒതുങ്ങി ഒരു കല്യാണം കഴിച്ച് നീ ജീവിതം തുടങ്ങിയാൽ തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് അവൾക്കും ഒരു തോന്നലുണ്ടാകും. അവളും സന്തോഷത്തോടെ ജീവിക്കും. അവളെ കാണുമ്പം നിന്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാകുമായിരിക്കും. അത് അവിടെ നന്മയ്ക്കാന്ന് കരുതി അതങ്ങ് അടക്കിയിരിക്കണം. എന്നിട്ട് സമാധാനത്തോടെ നീ ജീവിക്കണം. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ അവളെ 1-2 വർഷം കഴിയുമ്പം അവളുടെ കൊച്ചിനെ പിടിച്ച് ഈ റോഡിലൂടെ പോകുമ്പോൾ നീ ഗംഗാ ടൈലേഴ്സ് എന്ന ഈ കടയുടെ അവിടെ അവളുടെ പടവും നോക്കി കുത്തിയിരുന്ന് ബ്ലൗസ് തയ്ക്കുകയല്ല വേണ്ടത്, തകർന്നു പോവുകയല്ല വേണ്ടത്. ഇതിൽ നിന്ന് നീ ഉയർന്ന് ജീവിക്കുക വേണ്ടത്. അപ്പം ബേബി ചേട്ടനും പറയും, എല്ലാ കാര്യത്തിലും എതിരഭിപ്രായക്കാരാ ഞാനും ഈ സലിമും. പക്ഷേ ഈ കാര്യത്തിൽ ഇവൻ പറഞ്ഞതിൽ ഇവന്റെ കൂടെ തന്നെയാ ഞാനും. ഇവൻ പറയുന്നത് 100% ശരിയാടാ എന്ന് പറയണേ. അപ്പം വിനീത് പറയും, എടാ ഗംഗയെ മറക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റൂ അളിയ എന്ന് നിവിനോട് ചോദിക്കുക. അപ്പം നിവിൻ പറയും, പറ്റൂടാ, പറ്റും ബ്രോ. കാലത്തിന് ഉണക്കാൻ പറ്റാത്ത മുറിവുകളുണ്ടോ എന്ന് ചോദിക്കുക. ചേട്ടാ ആ സ്റ്റൂൾ അങ്ങ് നീക്കിയിട്ടെ എന്ന് സലിമിക്ക പറയാ. ഒരു പഞ്ചിന് വേണ്ടിയാ എന്ന് പറയും. അപ്പോൾ ബേബി ചേട്ടൻ ആ സ്റ്റൂളെടുത്ത് സലിമിക്കയുടെ അടുത്ത് കൊണ്ടിടും കേട്ടോ. ഇനി എന്നെ ഒന്ന് പിടിച്ച് കയറ്റോ? ഓ ആയിക്കോട്ടെ എന്ന് പറയേ. എന്നിട്ട് നമ്മുടെ സലിമിക്കയെ പിടിച്ച് ആ സ്റ്റൂളിൽ ഇരുത്തും ബേബി ചേട്ടൻ. എടാ നീയേ ഈ KKTയിലൊക്കെ മെമ്പർഷിപ്പുള്ള ഒരു തയ്യൽക്കാരനല്ലേടാ. നിന്നെക്കൊണ്ട് സാധിക്കും, നിന്നെക്കൊണ്ടേ സാധിക്കൂ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാ എൻ്റെ വിനീത്. നിന്റെ ചുറ്റും ഞാനൊക്കെ ഇവിടുന്ന് പോകാതെ നിൽക്കുന്നത് പോലും നിന്റെ ഈ നന്മ കണ്ടിട്ടാടാ. നിനക്ക് ദൈവമുണ്ടാകും എന്ന് പറയാണ് കേട്ടോ. അതേസമയം ജയബാലനാണെങ്കിൽ സ്നേഹതീരത്തേക്ക് പോകാനുള്ള വഴിയിലാണ് കേട്ടോ. ജയബാലൻ മാത്രമല്ല പ്രവീണയുണ്ട്. ആ ചെറുക്കനും കൂട്ടരും ഒക്കെ വിളിക്കുന്നുണ്ട്. അല്ല ജയബാല, നീ പറഞ്ഞ ഒരു അടയാളങ്ങളും കാണുന്നില്ലല്ലോ. ഞങ്ങൾ കുറേ അങ്ങ് പോയി, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ മാത്രമേ കാണുന്നുള്ളൂ. അതെയോ, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വരെ എത്തിയോ? ഇനിയും മുന്നോട്ട് പോയാൽ റേഞ്ച് നഷ്ടപ്പെടുമല്ലോ, തിരിച്ചു വാ എന്നൊക്കെ പറയാം. അവരിവിടെ നിന്ന് എത്താറായിട്ടില്ലല്ലേ ജയബാലേട്ടാ എന്ന് പ്രവീണ ചോദിക്കുക. ഞാൻ പറഞ്ഞതല്ലേ നമുക്കും താമസിച്ചിറങ്ങിയാൽ മതിയെന്ന്. ഞാൻ ശരിക്കും ഒന്ന് ഒരുങ്ങി പോലും ഇല്ല. ഒന്നുമില്ലേലും ഒരു വിവാഹ നിശ്ചയമല്ലേ എന്ന് ചോദിക്കോ. നീ അങ്ങ് ഒരുങ്ങിയിട്ടിപ്പോൾ എന്താക്കാനാ എന്നപ്പം ജയബാലൻ ചോദിക്കുക. അങ്ങനെയാണോ? ഒരു വിവാഹ നിശ്ചയം എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വേണ്ട ചെല്ലാൻ എന്ന് പറയണം. എന്താണേലും ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ജയബാലൻ അവിടെ നിൽക്കുകയാണേ.
ഇതേ സമയം കടയിൽ എല്ലാവരും കൂടി വിനീതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അളിയ, നീ ഇങ്ങനെ തകർന്നു പോകരുത് എന്ന് നിവിൻ വീണ്ടും പറയാം. ബേബിച്ചേട്ടൻ പറയും, ആദ്യം തന്നെ ഈ കടയുടെ ഈ പേര് നീ മാറ്റണം. ഗംഗാ ടൈലേഴ്സ് എന്നുള്ളത് മാറ്റി വിനീത് എന്ന് ഇടണം. നിനക്ക് നല്ലൊരു പേരില്ലേ, ആദ്യം നീ സ്വയം നിന്നെ ഇഷ്ടപ്പെടാൻ പഠിക്കടാ എന്ന് പറയണേ കേട്ടോ. അപ്പോൾ സലിമിക്കയും പറയും, അത് ബേബിച്ചേട്ടൻ പറഞ്ഞത് കാര്യമാണ്. അവളുടേതായ എല്ലാം ഇവിടെ നിന്ന് മാറ്റണം. നീ നിന്റേതായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം. അവൾ നിന്നെ ഒരു സഹോദരന്റെ സ്ഥാനത്താണ് കാണുന്നതെങ്കിൽ നീയും അങ്ങനെ കാണാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെടാ, നമ്മൾ ഇഷ്ടപ്പെടുന്നവര് സന്തോഷത്തോടെ ജീവിക്കാനാ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് പറയാം. അതിനുശേഷം ആ കൊച്ചിന് വേണ്ടി നീ തയ്ച്ചു കൂട്ടി വെച്ചിട്ടില്ലേ കുറേ ഡ്രസ്സുകൾ, അതെല്ലാം ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം. ഇവിടെ ഡ്രസ്സുകൾ പോലും ഇല്ലാത്ത എത്രയോ പാവം കുട്ടികളൊക്കെ ഉണ്ടടാ ഈ പുഷ്പവാടിയിൽ തന്നെ. അവരിൽ ആർക്കെങ്കിലും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം കൂടി നിനക്ക് കിട്ടും എന്ന് സലിമിക്ക പറയാം. അന്നവരും നിവിൻ അടുത്ത് നിന്നിട്ട് പറയും, ഇവരൊക്കെ പറയുന്നത് കാര്യമാ ബ്രോ, അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നീ അവരെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിച്ചു. അവർക്ക് ഒരു കിടപ്പാടം നഷ്ടപ്പെട്ടപ്പം നിന്റെ വീട്ടിലേക്ക് നീ അവരെ കൊണ്ടുപോയി. യുദ്ധം ചെയ്തിട്ടാണെങ്കിലും നിന്റെ വീട്ടിൽ നീ അവരെ പൊതിഞ്ഞു പിടിച്ച് അവരവിടെ താമസിച്ച് അത്രയും ദിവസം നീ കാത്തു സൂക്ഷിച്ചു. അവർക്ക് കഴിക്കാൻ ഭക്ഷണവും എല്ലാം നീ നൽകി. അതിനുശേഷം അവർ വീട്ടിലേക്ക് മാറിയപ്പോഴും അവർക്ക് ജീവിക്കാൻ വഴികളൊന്നുമില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നീ ചെയ്തു കൊടുത്തു. ആഹാരത്തിനുള്ളതൊക്കെ എത്തിച്ചു കൊടുത്തു. നീ ചെയ്യേണ്ടതായ എല്ലാ കടമകളും വൃത്തിക്ക് തന്നെ നീ ചെയ്തു. അവരൊന്ന് കാലുറച്ചു നിന്നപ്പം നിന്നെ അവർക്ക് ആവശ്യമില്ലെന്നായി. അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും എന്തിനാടാ നീ ഇങ്ങനെ തകർന്ന് ചെന്ന് കയറിക്കൊടുക്കുന്നേ എന്ന് ചോദിക്കാം. നമുക്കും ഇല്ലേടാ ആത്മാഭിമാനം. വേണ്ടത് ആത്മാഭിമാനമാ ബ്രോ. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കരുത്. നീ നിന്റെ കാര്യം നോക്കി ഇനിയെങ്കിലും ജീവിച്ചു തുടങ്ങണം. നീയായിട്ട് അവളെ ഉപേക്ഷിച്ചതല്ലോ, അവളായിട്ട് വേണ്ടെന്ന് വെച്ചതല്ലേ. ഇനി അവളായിട്ട് നിന്റെ അടുത്തേക്ക് വരത്തില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ട് അത് മറന്ന് നീ നിന്റെ ജീവിതം തുടങ്ങണം വിനീതേ. സ്വന്തം ജീവിതത്തിൽ നീ അല്പം സ്വാർത്ഥത കാണിക്കണം എന്ന് നിവിൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ നിവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പം വിനീതും താൻ മാറി തുടങ്ങണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വിനീതിൻ്റെ ടൈലർ ഷോപ്പിൻ്റെ അടുത്തായിട്ട് കൊണ്ട് വണ്ടി നിർത്തുക ജയബാലൻ. ആ പാവത്തിനെ കുറച്ചുകൂടി കുത്തി വേദനിപ്പിക്കാനാണ് അയാളുടെ ശ്രമം. അതിനു മുന്നേ തന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.